അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മുൻ എംഎൽഎയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിന് ED നോട്ടീസ്. കൊച്ചി ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകണം എന്നാണ് EDയുടെ നിർദ്ദേശം. PV അൻവർ ബിനാമി ഇടപാട് നടത്തിയെന്ന് കണ്ടെത്തൽ. 24 ബിഗ് ബ്രേക്കിംഗ് വാർത്തയുമായി കോഴിക്കോടുന്ന ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. കൊച്ചി ആസ്ഥാനത്ത് ഹാജരാകാനാണോ ദീപക് ഈ നിർദ്ദേശം? അതുപോലെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം ED നൽകിയിരിക്കുന്നത്? നേരത്തെ അദ്ദേഹത്തിൻ്റെ താവളങ്ങളിലൊക്കെ തന്നെ റെയ്ഡ് നടത്തിയിരുന്നല്ലോ. SKN MLP ആക്ട്, മണി ലോണ്ടറിംഗ് പ്രിവെൻഷൻ ആക്ടിലെ സെക്ഷൻ 17 പ്രകാരമുള്ള നടപടിയാണ് ED ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിരുന്നു ഒരു സർപ്രൈസ് റെയ്ഡ് നടന്നത്, ഒരു സെർച്ച് നടന്നത്. 11 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നു. ആ റെയ്ഡിൽ ചില വിവരങ്ങളും നിർണായക രേഖകളും കണ്ടെത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, രാജ്യത്ത് ലോകത്ത് സാമ്പത്തിക മാന്ദ്യമുള്ള 5 വർഷം കൊണ്ട് തൻ്റെ സമ്പാദ്യം 5 ഇരട്ടിയായി വർദ്ധിച്ചു. ആ വർദ്ധിച്ചത് അനധികൃത സ്വത്ത് സമ്പാദനത്തിലൂടെയാണ്. മാത്രവുമല്ല, നേരത്തെ തന്നെ KFCയുടെ ലോണുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. അതിൽ സംസ്ഥാന വിജിലൻസ് ഓൾറെഡി ഒരു FIR ഇട്ട് അന്വേഷണം നടത്തുകയുമാണ്. ഇത്തരമൊരു ഘട്ടത്തിലായിരുന്നു EDയുടെ പരിശോധന. ആ പരിശോധനയിൽ അനധികൃത സ്വത്ത് സമ്പാദനം സ്ഥിരീകരിക്കുന്നു, ബിനാമി ഇടപാടുകൾ സ്ഥിരീകരിക്കപ്പെട്ടു എന്നും ED വൃത്തങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ ഇയാൾക്ക് PV അൻവറിന്, മുൻ MLAക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പണം നൽകിയിട്ടുണ്ട്. ആ പണം നൽകിയ സോഴ്സുകളിലേക്കും അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ് വിവരം. ഇതിൻ്റെ ഭാഗമായാണ് ED ആസ്ഥാനത്തേക്ക് ഈ മാസം തന്നെ ഹാജരാവാൻ വേണ്ടിയുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. EDയുടെ കൊച്ചിയിലെ യൂണിറ്റ് 4 ആണ് അന്വേഷണം നൽകുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ട് ഇതിൻ്റെ അന്വേഷണ മേൽനോട്ടം വഹിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2016 കേവലം 14 കോടി ആസ്തി ഉണ്ടായിരുന്നത് 2021 ആകുമ്പോഴേക്കും അത് 5 ഇരട്ടി വർധനവ് 64.25 കോടിയിലോളം വർദ്ധിച്ചു എന്നുള്ളതാണ് EDയുടെ നിർണായകമായ കണ്ടെത്തൽ. ഇതിനൊന്നും തന്നെ EDക്ക് കൃത്യമായി ഉത്തരം നൽകാൻ വേണ്ടി അല്ലെങ്കിൽ രേഖകൾ ഹാജരാക്കാൻ വേണ്ടി ആ സമയത്തുള്ള പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ചു വിശദമായി മറ്റു സാങ്കേതിക പരിശോധനയും സാങ്കേതിക തെളിവ് ശേഖരണവും ED നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് PV അൻവറിനോട്, മുൻ MLAയോട് ED ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാവാൻ വേണ്ടി ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.